ജോർജിയയിലെ ഒരു സൂപ്പർ മാർക്കറ്റിലൂടെയുള്ള യാത്രയാണ്. അതെങ്ങനെയുണ്ടാവും നമുക്ക് നോക്കാം. നമ്മുടെ നാട്ടിൽ കിട്ടുന്നതും കിട്ടാത്തതായിട്ട് എന്തൊക്കെയുണ്ട് നോക്കാം. റെഡ് ബുള്ള് കിട്ടും, കൊക്കക്കോള കിട്ടും, പക്ഷെ ചില വെള്ളത്തിൻ്റെ ബോട്ടിൽസിന് വ്യത്യാസമുണ്ട്. ഒരു ചെറിയ ഫുഡ് കോർട്ട് ഉണ്ട് ഉള്ളിൽ. ഇവരുടെ മിഠായികൾ എങ്ങനെയുണ്ട് നോക്കാം. ഞാനിങ്ങനത്തെ മിഠായികൾ വേറെ കണ്ടിട്ടില്ല. റഫെല്ലോ നമ്മളൊരുവിധം കാണുന്നതാണ്. കിൻഡർ ജോയുടെ കുറേ മിഠായികളുണ്ട്. പിന്നെ ഇവരുടെ കുറച്ച് വെറൈറ്റി മിഠായികളാണ്, ജോർജിയൻ മിഠായികൾ തന്നെയാണ്. ഇവിടെ ഒരു സ്പെഷ്യൽ ബോട്ടിൽ ഡ്രിങ്കുകളുണ്ട്. ഇതൊക്കെ ഫ്രൂട്ട് ഡ്രിങ്ക്സ് ആയിരിക്കുള്ളൂ. പിന്നെ എന്താ പറയുക, ഇവരുടെ സ്നാക്സ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. റോൾസ്, വൈൻസിന്റെ ഇത്രയും വലിയ കളക്ഷൻ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ എന്തായാലും ഉണ്ടാവില്ല. അത് പിന്നെ ജോർജിയയുടെ ഒരു പ്രത്യേകതയാണ്. സ്വീറ്റ്സും അവർക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പം നിങ്ങൾ ഈ സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വെറൈറ്റി സ്വീറ്റ്സ് ഉണ്ട്. വൈൻസ് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുമല്ലോ, കാരണം പിന്നെ ഹണി. ഇനി ഇവരുടെ പച്ചക്കറി മാർക്കറ്റ് എങ്ങനെയുണ്ട് നോക്കാം. വൈൻ തന്നെ അവിടെയുണ്ട്. ജോർജിയയിൽ കിട്ടുന്ന പച്ചക്കറികൾ. ഓ, വലിയ ഇഞ്ചിയാണ്. സബോള, ക്യാരറ്റ്, പൊട്ടറ്റോ. പക്ഷെ എന്ത് രസമായിട്ട് അറേഞ്ച് ചെയ്തേക്കണമെന്ന് നോക്കിയാൽ. പോപ്കോണൊക്കെ എന്താ പറയുക, റെഡി ടു ഈറ്റ് ആണ് ഇവിടെ കിട്ടുന്നത്. ചൂടാക്കി കഴിക്കായിരിക്കും, എനിക്കറിയില്ല. പലതരത്തിലുള്ള ഹണികൾ, വീണ്ടും പച്ചക്കറി വർഗ്ഗങ്ങൾ. മുട്ടകളൊക്കെ വെച്ച് കണ്ട എന്ത് രസമാണ്. മിൽക്ക്, ഓ അതിൻ്റെ സെപ്പറേറ്റ് സെക്ഷൻ അറിയണ്ടേ. ഇനി ഇവരുടെ ഹോട്ട് ഫുഡ്, ഇവരുടെ ഐസ്ക്രീംസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ജോർജിയൻ ഐസ്ക്രീംസ്. ഓ, നമ്മുടെ ഐസ്ക്രീം സാൻഡ്വിച്ച് നാട്ടിൽ മറ്റേ അമൂലിൻ്റെ കമ്പനി മാത്രം കൊടുക്കുന്ന ഐസ്ക്രീം സാൻഡ്വിച്ച് ഇവിടെ ഉണ്ട്. സ്നിക്കേഴ്സിൻ്റെ ഐസ്ക്രീം ഉണ്ട്. ഇതൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ വേണമെങ്കിൽ തുറന്ന് കാണിക്കാം. പിന്നെന്താ, ന്യൂട്രലയ്ക്ക് നല്ലൊരു വിപുലമായ ശേഖരം കൊടുത്തിട്ടുണ്ട്. വൈനുകൾ പിന്നെ ഇഷ്ടം പോലെ ഉണ്ട്. നോക്കിയേ, ഇഷ്ടം പോലെ ഉണ്ട്. വലിയ സൂപ്പർ മാർക്കറ്റാണ്. എന്നാലും ഇപ്പോൾ ലുലുവിൻ്റെ സൂപ്പർ മാർക്കറ്റ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത്രയൊന്നും ഉണ്ടെന്ന് ഞാൻ പറയില്ല. അവരുടെ ഇവിടെയും റെഡി ടു ഈറ്റ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബർഗറുകളുടെ രീതികൾ, ഇത് ജാപ്പനീസ് ഡിഷാണ്. നമ്മുടെ ഉഴുന്നോട പോലെ ഇരിക്കുന്ന കുറച്ച് സാധനങ്ങൾ ഞാൻ കണ്ടായിരുന്നു, പക്ഷെ ഉഴുന്നോട അല്ല. പിന്നെ ആൾക്കാർക്ക് മേടിക്കുന്നതനുസരിച്ച് മാത്രം പൈസ കൊടുക്കാവുന്ന ചില സെറ്റപ്പുകളുണ്ട്. ഇത് ഞാൻ അമേരിക്കയിൽ ഇങ്ങനത്തെ എന്താ പറയുക, ഇങ്ങനത്തെ ഒരു ഔട്ട്ലെറ്റ് ഞാൻ അമേരിക്കയിലും കാണാറുണ്ട്. എന്ത് തരത്തിലുള്ള മീനാണെന്ന് എനിക്കറിയില്ല. നോർവീജിയൻ സാൽമൺ എന്നൊക്കെ എഴുതിയ ബോർഡുകളുണ്ട്. സലാഡുകളുണ്ട്. പിന്നെന്താ, അപ്പം ഇത്രയൊക്കെയാണൊരു. ഇനിയിപ്പോൾ കൂൾ ചെയ്തിട്ടുള്ള ഒരുപാട് വൈനുകൾ കാണിക്കുന്നുണ്ട്. ചീസുകൾ ഒരുപാട് വെച്ചിട്ടുണ്ട്. ഇത് പലതരത്തിലുള്ള സാലഡുകൾ കാണാം. ഒരുപാട് തരത്തിലുള്ള സാലഡുകളുണ്ട്. അച്ചാറുകൾ കാണുന്നുണ്ട്. അച്ചാറാണോ ഇത് എന്താണെന്ന് എനിക്ക് അറിയാൻ മേല കേട്ടോ. മാറിനേറ്റഡ് സാലഡ് വിത്ത് റെഡ് പെപ്പർ. ഇവർ അച്ചാറെന്ന് വിളിക്കാനും ആഗ്രഹിക്കുന്നില്ല, പക്ഷെ വേറെ എന്തൊക്കെയാണ് അവർ വിളിക്കുന്നത് എനിക്കറിയില്ല. പിന്നെ ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പോലെ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഒരു കമനീയ ശേഖരമുണ്ട്. ഗ്രീൻ പീസ് ഉണ്ട്. ഇത് കണ്ടോ, ഒരുപാട്. നമുക്കിവിടെ ലിക്കറും സൂപ്പർ മാർക്കറ്റിൽ തന്നെ അവൈലബിൾ ആണ്. ലിക്കറും നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് തന്നെ കിട്ടും. വെള്ളം കുപ്പികളൊക്കെ നല്ല വളരെ ഭംഗിയായിട്ട് വെച്ചേക്കുന്ന ബിയറുകൾ, പലതരത്തിലുള്ള ബിയറുകൾ. പിന്നെന്താ, ഇവിടെ ചെറിയ ചെറിയ ജ്യൂസുകൾ. മിൻസ്ഡ് ചിക്കൻ മേടിച്ചുകൊണ്ട് പോയി വീട്ടിൽ വറുത്തെടുക്കാവുന്നത്. വറുത്ത് വെച്ചേക്കുന്നത് ഒരെണ്ണം കൈയിട്ട് എടുക്കാൻ തോന്നുന്നുണ്ട്, പക്ഷെ എടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാവും. കയ്യിൽ കൊടുക്കാൻ ലാറിയില്ല. പലതരത്തിലുള്ള മീനുകൾ. പിന്നെ ചിക്കൻ,
അപ്പോൾ അതേ അടുത്ത മീനിൻ്റെ സെറ്റ് കൊണ്ടുവയ്ക്കണം. മാറിനേറ്റ് ചെയ്ത മീനുകളുണ്ട്. ഇതൊക്കെ എന്ത് മീനാണെന്ന് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഐ മീൻ ഇത് ചിക്കൻ്റെ ആണ്. ചിക്കൻ ഫില്ലറ്റ്, ചിക്കൻ പോർക്കിൻ്റെ ഉണ്ട്, ബീഫ് ഉണ്ട്. ജോർജിയയിലൊരു സൂപ്പർ മാർക്കറ്റിൽ വന്നപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റാവുന്ന സാധനങ്ങളാണ്. ഇത് എന്താണെന്ന് പേര് എനിക്ക് അറിയില്ല കേട്ടോ. ഒരുപാട് രാജ്യങ്ങളിലേക്ക് കണ്ടിട്ടുണ്ട്. ഇത് എന്താണെന്ന് അറിയാവുന്നൊരു കമൻറ്റ് ചെയ്യണേ. ഈ റൗണ്ടിൽ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത് എന്താണെന്നൊരു ഐഡിയ കിട്ടുന്നില്ല. ഇതൊക്കെ മിൻസ്ഡ് ചിക്കൻ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് പല തരത്തിലുള്ളതുണ്ട്. ചീസൊക്കെ എനിക്ക് തോന്നുന്നു ഫ്രഷ് ആയിട്ട് അവർ കുറച്ച് ജോലിക്കാരെ അതിൻ്റെ ഉള്ളിൽ വലിയൊരു ഔട്ട്ലെറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ചീസ് ഒരുപാട് വെച്ചിട്ടുണ്ട്. ഫ്രഷ് ആയിട്ട് പാക്ക് ചെയ്യുകയാണ് അവർ. ഇതൊക്കെയാണ് ജോർജിയയിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. ഇനി ജോർജിയൻ ബ്രെഡുകൾ ഞാനൊന്ന് കാണിച്ചു തരാം. ജോർജിയൻ ബ്രെഡ് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ബ്രെഡാണ്. ഇത് US-ലും ഇങ്ങനെയൊക്കെ തന്നെയാണ് പാക്ക് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നത്. ഇങ്ങനത്തെ പാക്കറ്റ്സിൽ US-ൽ മാത്രമല്ല ഒരുപാട് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കാം. ഞാൻ പോയിട്ടില്ല യൂറോപ്പിൽ. US-ൽ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഞാൻ ഇതൊക്കെ കണ്ടു. അപ്പോൾ ഇതൊക്കെയാണ് ജോർജിയയിലെ സൂപ്പർ മാർക്കറ്റിൻ്റെ വിശേഷങ്ങൾ. വളരെ സൈലൻ്റ് ആണ്. ഞാൻ മാത്രം ഒച്ചയെടുക്കുന്നുള്ളൂ. അവർക്കത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നണം. എനിക്ക് കേക്കുകൾ കാണിച്ചു തരാം. ഓ നല്ല കേക്കുകളാണ്. വെയ്ഫിൾ ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഫ്രഷ് വെയ്ഫിള്. ആൾക്ക് ഞാൻ വീഡിയോ എടുക്കുന്ന ഇഷ്ടമാവുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്നെ നോക്കിയില്ല. ഓ ഇവരുടെ ഡെസേർട്ട്സ് നോക്കുവാണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ എനിക്ക് മേടിക്കണം എന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. തൽക്കാലം ഞാൻ മേടിക്കുന്നില്ല. പക്ഷെ എന്തെങ്കിലും ഞാൻ മേടിക്കും.